Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ കോഴ്സ് ഇഗ്നോയിൽ ഇതിൻ്റെ കോഡ് വരുന്നത് MSc AST എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്കൊരു MSc PG എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ കോഡ് ഇഗ്നോയിൽ വരുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് MSc AST എന്ന് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ ഈ ഒരു കോഴ്സ് ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസ് ഇൻ ഡാറ്റ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, നാഷണൽ ലബോറട്ടറീസ്, അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജ്, യൂണിവേഴ്സിറ്റീസ്, അഗ്രികൾച്ചറൽ ഫീൽഡ് തുടങ്ങിയ മേഖലകളിലുള്ളവർക്കൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടും. അതുപോലെ കോളേജ്, യൂണിവേഴ്സിറ്റീസ്, ടീച്ചേഴ്സ്, ഏത് ടീച്ചിങ് ഓർ ഇൻട്രസ്റ്റഡ് ടു ടീച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് കോഴ്സസുകൾ ടീച്ച് ചെയ്യുന്നവർക്കും ടീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽ പ്രോസസ്സിംഗ് ബേസിംഗ് ഓർ നോ എക്സ്പോഷർ ടു അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്സ് ബട്ട് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇനിഷ്യേറ്റീവ് ഡെവലപ്മെൻറ്റ്, ഡെവലപ്പ് സ്കിൽ ഇൻ ഫീൽഡ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽസിന്, ഒരു PG ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്, ഡിഗ്രിയാണ്. BA അല്ലെങ്കിൽ BSc ആണ് വേണ്ടത്. അത് മേജർ അല്ലെങ്കിൽ ഹോണേഴ്സിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിയിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ആയിരിക്കണം നിങ്ങളുടെ BA അല്ലെങ്കിൽ BSc ഡിഗ്രി. അതും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓർഗനൈസേഷനിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ വേണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് BA BSc ഡിഗ്രി വേണം. അതുപോലെ തന്നെ അത് നിങ്ങൾ ഒരു കോമൺ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈക്വൽ വെയിറ്റേജ് ഉള്ള 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കണം. നിങ്ങൾക്ക് മെയിൻ സബ്ജക്റ്റ്, സെക്കൻഡ് മെയിൻ, തേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കോഴ്സ്, അങ്ങനത്തെ ഒരു ഡിഗ്രിയാണ്, ജനറൽ ഡിഗ്രിയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈ മൂന്നാമത്തെ കാറ്റഗറി ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അങ്ങനെ പ്രോസസ് ചെയ്യുന്നവർ ഒരു 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഇതിലേതെങ്കിലും ഒരു കോഴ്സ് ഡിഗ്രിയുടെ കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഇത്രയും 3 കാറ്റഗറി ആയിട്ടുള്ള ഈ ഒരു സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു കോഴ്സിന് ഇഗ്നോയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു കോഴ്സ് ഇയർ വൈസ് ആണോ സെമസ്റ്റർ വൈസ് ആണോ നോക്കാം. ഈ ഒരു കോഴ്സ് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാം മോഡ് വരുന്നത് നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും എക്സാം എഴുതാം. അതുപോലെ ജനുവരിയിലും ജൂലൈയിലും നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എടുക്കാം. മിനിമം ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്, മാക്സിമം ഡ്യൂറേഷൻ വരുന്നത് 4 ഇയർ ആണ്. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഈ കോഴ്സുകൾ ഏതൊക്കെയാണ്? MST 011 തുടങ്ങി MSTL 011 വരെയുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 5 തിയറി പേപ്പറുകളും 1 ലാബുമാണ് നിങ്ങൾക്കുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് യൂസിങ് RI തുടങ്ങിയ എന്ന് പേര് വരുന്ന ഒരു ലാബ് സെഷന് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ നെയിമാണ് MSTL 011 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയിൽ ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ കോഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് നെയിമും ഉണ്ടായിരിക്കും. അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 4 തിയറി പേപ്പറുകളും 1 ലാബുമാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇത് സെയിം ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് യൂസിങ് 2 ആണ് വരുന്നത്. ഇവിടെ RI അല്ല, R1 R2 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി തേർഡ് സെമസ്റ്റർ, സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന തേർഡ് സെമസ്റ്ററിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് 4 തിയറി പേപ്പറുകളും അതുപോലെ തന്നെ 1 ലാബ്, അങ്ങനെ ടോട്ടൽ 3 ലാബായി. ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് ലാബുകളുണ്ട്. അതുപോലെ സെക്കൻഡ് ഇയറിൽ ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക്
ഒരു തിയറി പേപ്പറും ഒരു ലാബുമാണ് ഉള്ളത്. സോറി, ഇനി താഴത്തേക്ക് ഉണ്ടാവും ചിലപ്പോൾ. യെസ്, നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് എന്താണ് 2 ലാബ് ഉണ്ട് ഇവിടെ. എന്താ സെക്കൻഡ് ഇയറിലോട്ട് 4th സെമസ്റ്ററിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ലാബും അതുപോലെ തന്നെ 5 തിയറി പേപ്പറും ഒരു പ്രൊജക്റ്റ്. ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ ഈ പ്രൊജക്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 2 ഇയറിൽ 80 ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്തവർ ക്രെഡിറ്റിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് യൂട്യൂബിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക്, ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് 2 ഇയറിലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, തിയറി പേപ്പറിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിത് ഇങ്ങനെ കോപ്പി ചെയ്യുക. ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഇതിങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഇഗ്നോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു കോഴ്സ് സബ്ജക്റ്റ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇവിടെ കണ്ടോ, ഇത് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇഗ്യാൻ കോഴ്സ് എന്നുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാനും അതിൻ്റെ PDF മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ PDF ഫയലുകൾ, അതായത് നമ്മുടെ സബ്ജക്റ്റ് വിഷയങ്ങൾ, ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഒഴിവാവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടു സ്റ്റാർ ഇട്ടിരിക്കുന്ന ഈ സബ്ജക്റ്റുകൾ, ഇത് ഓപ്പറേഷൻ റിസർച്ചും അതുപോലെ തന്നെ എന്താണ് പറയുന്നത് സ്റ്റോക്കസ്റ്റിക് പ്രോസസ്സും, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ആൻഡ് ഡിസർട്ടേഷൻ, ഈ 3 സബ്ജക്റ്റുകൾ, ഈ 3 കോഴ്സുകൾ നിങ്ങൾക്ക് ഇലക്റ്റീവായിട്ട് തന്നിട്ടുള്ളതാണ്. ഇത് 2 എണ്ണം ഒരുമിച്ച് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ 2 കോഴ്സുകൾ, ഈ 2 തിയറി പേപ്പർ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ 2 തിയറി പേപ്പറിൻ്റെ പകരം നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രൊജക്റ്റ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുന്നതാണ് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. ഇനി ഈ ഒരു കോഴ്സ് എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റഡി സെൻറ്റർ, റീജിയൻ സെൻറ്റർ, അങ്ങനെയൊക്കെ ഏതെല്ലാം സെൻറ്ററുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ വരുന്നത് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതായിരിക്കും. അതാണ് ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ. ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് കോഴ്സ് കോഡായിട്ട് ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്യണം. പിന്നെ വരുന്നത് ഫീ സ്ട്രക്ചർ. നമുക്ക് ഓരോ ഇയറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 15,600 രൂപ പെർ ഇയർ ആണ്. ഓരോ ഇയറിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എക്സാം സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇയർ വൈസ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു 700 രൂപ എക്സ്ട്രാ ഉണ്ടാവും, അതാണ് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും. അപ്പോൾ നോക്കാം, നമുക്ക് 16,300 രൂപയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സെക്കൻഡ് ഇയറിൽ 15,600 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റുകളുടെ ലിസ്റ്റുകളാണ് ഇവിടെയും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് റീജിയൻ സെൻറ്ററും ഇവിടെ സ്റ്റഡി സെൻറ്ററും. ഓരോ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലും എവിടെയൊക്കെയാണ് നമുക്കൊരു കോഴ്സ് ചെയ്യാൻ അനുവാദം ഉള്ളത് എന്നൊന്ന് നോക്കാം. നമുക്ക് കേരളത്തിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി റീജിയൻ സെൻറ്ററിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് നമുക്ക് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ ഈ 3 കോളേജുകളിലും ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് വടകര റീജിയൻ സെൻറ്ററിലും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ 3 കോളേജിലാണ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. എക്സാം സെൻറ്റർ തിയറി പേപ്പേഴ്സിന് നിങ്ങൾക്ക് അടുത്തുള്ള അവൈലബിൾ സെൻറ്റേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ജില്ലകളിൽ, അതാത് ജില്ലകളിലൊക്കെ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. 2ഉം 3ഉം 4ഉം വരെ സെൻറ്റേഴ്സുകൾ ഓരോ ജില്ലകളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എക്സാമുകൾ അവിടെ വെച്ചിട്ട് എന്ത് എഴുതാം, ലാബിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റഡി സെൻറ്ററിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പം അസൈൻമെൻറ്റിൻ്റെ മാർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്റേഴ്സാണ്.
ഇനി ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നോയിൽ എടുക്കണം, രജിസ്റ്റർ ചെയ്യണം, സ്റ്റാറ്റ് പഠിക്കണം എന്നുള്ളവർക്ക് എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ എടുത്തു തരുന്നതാണ്. അത് ഇനി നമുക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിലുകൾ അറിയാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.